ചെന്താമരക്കൊക്കെ ട്രെക്കിങ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നല്ല തിക്ക് ഫോറസ്റ്റ് കൂടി അങ്ങനെ വന്ന് ചെറിയൊരു പുൽമേട്ടിലേക്ക് എത്തി. പുൽമേട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ, കുറഞ്ഞൊരു ഏരിയ കയറ്റാണ്. അവിടെ നിന്നും അതേമാതിരി കുത്തനുള്ളൊരു ഇറക്കിറങ്ങണം. ഓരോരുത്തരങ്ങനെ ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങി. അനീഷേട്ടന് ഹെൽപ്പ് ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട്. വെള്ളം വന്നൊരു വഴിയാന്ന് തോന്നി എനിക്ക് കണ്ടിട്ട്. പാറാണ് അടിഭാഗം, അതുകൊണ്ട് നല്ല ഗ്രിപ്പുണ്ട്. അവിടെ നിന്ന് നേരെ ഇങ്ങനത്തെ ഒരു വീണ്ടും ഒരു തിക്ക് ഫോറസ്റ്റിലേക്ക് തന്നെ ഇറങ്ങി. ഇതൊരു ആനത്താരാണ്, ആനകൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. നമ്മളെ പാരലൈറ്റ് മേലെ 2 ആനകളുണ്ട്, പക്ഷെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 2 ആനയും ഒരു കുട്ടിയും. അങ്ങനെ ഇതിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു അരുവിയുണ്ട്, കാട്ടുചോല എന്നൊക്കെ പറയും. അപ്പോൾ അത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളക്കുറവുണ്ട്. പക്ഷെ അത് ക്രോസ് ചെയ്യണമെങ്കിൽ അതിലൊരു മരം വീണെടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടി വേണം. കുറച്ച് പ്രയാസമുണ്ട്, കാരണം വള്ളിയും ആളുകളധികം വരാത്തൊരു സ്ഥലമായതുകൊണ്ട് വള്ളി നിറഞ്ഞിട്ടുണ്ട്. വള്ളിയും കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം മരത്തിൽ കയറാൻ. കയറി നേരെ അപ്പുറം ചാടിയാൽ കുഴപ്പമില്ല. ഗോഡ്കറാണ് മുന്നിൽ പോകുന്നത്, നമ്മളെ ഗൈഡ് മുമ്പിലുണ്ട്. അങ്ങനെ നമ്മളെ ക്യാമ്പിലെത്തിട്ടോ. നമ്മളെ ഇന്നത്തെ താമസം ഇവിടെയാണ്. 10 പേർക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ടെൻറ്റുകൾ മാത്രമേ ഉള്ളൂ, അതിനുള്ള സൗകര്യം അവിടെ ഉള്ളൂ. ചെറിയൊരു സെറ്റപ്പ്. ജംഗിൾ ക്യാമ്പ് എന്നാട്ടോ നമ്മളെ ഈ ഒരു ക്യാമ്പിനിട്ട പേര്. പഴയൊരു വാതിലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ആന വരാതെക്കാനാണ്. സംഗതി ഒരു കോമഡിയാണ്, വേറെ കാര്യം. ഇവിടെ നമുക്ക് ആവശ്യമായ ഫുഡ് കാര്യങ്ങളൊക്കെ വരെ ഈ പാക്കേജിൽ ഉൾപ്പെടും. ഇവിടെ എത്തിയത് മുതലുള്ള തിരിച്ചു വരുന്നവരെ എല്ലാ ഫുഡും ഇൻക്ലൂഡാണ് പാക്കേജ്. ടെൻറ്റാണ്, 2 പേർക്ക് ഒരു ടെൻറ്റിൽ നിൽക്കാൻ പറ്റുന്ന. ഈ ഒരു ചെറിയൊരു ഷെഡിലാണ് വരെ ബാക്കിയെല്ലാ ഫെസിലിറ്റിയും. ഫുഡ് പ്രിപ്പറേഷന് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. രാത്രി നമുക്ക് ചപ്പാത്തി കോഴിക്കറിയാണ് പാക്കേജിലുള്ളത്, ഫ്രൈഡ് റൈസും ഉണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ അഡീഷണലായിട്ട് ഒരു 3 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട് വരട്ടാൻ വേണ്ടിയിട്ട്. ഫുഡ് മുഖ്യമാണല്ലോ, ഫ്രൈഡ് റൈസിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. കുമാറാണ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. വന്നപാട് തന്നെ നല്ല കട്ടൻ ചായയും ബ്രെഡും ജാമും കാര്യങ്ങളൊക്കെ തന്നു. അവിടുന്ന് നേരെ നമ്മളെ ചെന്താമരക്കൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. ഇതാണ് ചെന്താമരക്കൊക്ക. ഇവിടെ നിന്നാൽ നല്ല സൂര്യാസ്തമയം കാണാം. ആ സമയം വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയൊക്കെ നല്ല ചുവന്ന കളറായിട്ട് വരും. നല്ലൊരു കൊക്കിയാണ്. താഴേക്കൊരു ഏകദേശം 30 മീറ്ററോളം താഴ്ചയുള്ളൊരു കൊക്കയാണ്. നേരെ കട്ടിങ്ങാണ്, ഒരു ബ്ലേഡ് കട്ടിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു കൊക്കയാണ്. ഇവിടുന്ന് ആ സൂര്യാസ്തമയം കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. മഴക്കാലമില്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി വെള്ളക്കുറവുണ്ട്. വെള്ളം ശരിക്കും വെള്ളമുള്ള സമയത്താണെങ്കിൽ കുളിക്കാനൊക്കെ നല്ല രസമാണ്. എന്നാലും പലരും നമ്മളെ ഈ ഒരു വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളമാണ്, അതുകൊണ്ട് എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ കുളിച്ച് നല്ല ഒരു എനർജി വന്നു. അങ്ങനെ 2ാം ദിവസം ഞങ്ങൾ ഇറങ്ങാണ്. നമ്മളെ ഈ ക്യാമ്പിനോട് വിട പറയാണ്. നേരെ ഇന്നലെ വന്ന ചെന്താമരക്കൊക്കെ ആ വാട്ടർഫോളിൻ്റെ താഴെ കൂടിയാണ് തിരിച്ചിട്ട് പോകുന്നത്. നമ്മൾ വന്ന വഴിയല്ല. വന്ന വഴി കുറച്ച് ഹാർഡാണെങ്കിലും ഇതത്ര ഹാർഡല്ല, അത്ര ലെങ്ത്തും ഇല്ല, ദൂരം കുറവാണ്. വന്നത് ഏകദേശം ഒരു 5 കിലോമീറ്റർ അധികം നടന്നിട്ടാണ് വന്നത്. ഈ തിരിച്ചു പോകുമ്പോൾ 2.5 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ. ഇതാണ് സാധാരണ ആളുകൾക്ക് പാക്കേജിൽ കൊടുക്കുന്ന വഴി. നമ്മളൊരു സ്പെഷ്യൽ പെർമിഷനെടുത്ത് വന്നതുകൊണ്ട് വേറെ വഴിക്കാണ് വന്നത്. ഇത് നമ്മളെ മകരജ്യോതി ദർശിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് മകരജ്യോതി തെളിയൽ. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ ഗൈഡ്. നമ്മൾ ടീം മെമ്പേഴ്സാണ്.
എല്ലാവരും തിരിച്ചിറങ്ങുന്ന ഒരു വിഷമത്തിലാണ്. നല്ലൊരു ക്യാമ്പായിരുന്നു. തിരിച്ച് വരുന്ന വഴി ഇതൊക്കെ ശരിക്ക് സൈഡാട്ടോ, ഒരു കൊക്കൻ്റെ സൈഡാണ്. നേരെ താഴേക്ക് വലിയ കൊക്കാണ്. ഏതായാലും ക്യാമ്പിൻ്റെ അവസാനത്തെ ആക്ടിവിറ്റിയാണ് ഗവിയിലെ ക്യാൻറ്റീനൊക്കെ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു ബോട്ടിംഗ് ഉണ്ട്. പാക്കേജിൽ കോംപ്ലിമെൻ്ററി ആണ്. ബോട്ടിൽ വന്ന് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൽ കുളിച്ചിട്ട് ആണ് സാധാരണ എല്ലാവരും പോവാറ്. പക്ഷേ മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളക്കുറവാണ്. അപ്പം അതിൻ്റെ ഒരു കുളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആർക്കും വന്നില്ല. കഴിഞ്ഞ് അവിടെ കണ്ടു തിരിച്ച് മടങ്ങുന്നൊരു കാഴ്ചയാണിത്. അനീഷേട്ടനും ഗൈഡും കൂടി ബോട്ട് ആഞ്ഞ് തുഴയുന്നുണ്ട്. അങ്ങനെ ഏതായാലും ക്യാമ്പ് കഴിഞ്ഞു. തിരിച്ച് കുമളിക്കാണ്. നമ്മൾ പത്തനംതിട്ട വഴി ഗവിക്ക് വന്ന് തിരിച്ച് ഗവിയിൽ നിന്നും കുമളിക്ക് പോയിട്ട് അവിടെ നിന്നാണ് നാട്ടിലേക്ക് ബസ് കിട്ടോ. പത്തനംതിട്ട നിന്നും ഗവിയിലേക്കുള്ള യാത്രയാണ് ശരിക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഹരം. ശരിക്കുള്ള ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയാണത്. തിരിച്ച് കുറഞ്ഞ ഭാഗം ഗവിയിൽ നിന്നും കുമളിക്കുള്ള റോട്ടിൽ കാണാമെങ്കിലും ഭംഗി ആദ്യം വന്ന പത്തനംതിട്ടയിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. തിരിച്ച് കാട്ടുകൂടിയുള്ള യാത്ര ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും.